അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ മാസം ഡിസംബർ 9 രാത്രി ഇശാ നിസ്കരിച്ച് ഹദ്ദാദ് ചൊല്ലി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി 9:45 സമയത്ത് എഴുന്നേറ്റ് ശ്വാസം കിട്ടുന്നില്ല എന്ന് വീട്ടുകാരോട് പറയുകയും അന്നത്തെ ആ ദിവസം മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഓടി നടക്കാറുള്ളത് പോലെ തന്നെ അന്നത്തെ ആ ദിവസവും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ദീനിനു വേണ്ടി ഉപ്പ നിർമ്മിച്ച റിഫായി മസ്ജിദ് എന്ന് പറയുന്ന ആ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി ആളുകളെ സമീപിക്കുകയൊക്കെ ചെയ്ത് അന്നത്തെ ആ ദിവസം കിടന്നുറങ്ങി പെട്ടെന്ന് 9:45 ആകുമ്പോൾ എഴുന്നേറ്റ് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയുകയും വീട്ടിലുണ്ടായിരുന്ന 2 ജ്യേഷ്ഠന്മാർ ഉപ്പയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുകയും ആ പുറപ്പെടുന്ന സമയത്ത് വീട്ടിൽ നിന്ന് സംസം വെള്ളം കുടിക്കുകയും വാഹനത്തിൽ നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ജീവിതത്തിൽ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്ന ദിക്റുകളെല്ലാം ആ വാഹനത്തിൽ വെച്ച് ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ചൊല്ലുകയും അതിൻ്റെ ഇടക്ക് മക്കളോ ജ്യേഷ്ഠന്മാരോട് ഉമ്മയെ പൊന്നുപോലെ നോക്കണമെന്നും ഞാൻ പോവുകയാണെന്നും എനിക്ക് പോകാൻ സമയമായി എന്നും പറയുകയും വസിയത്തുകളൊക്കെ ഏൽപ്പിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്ക് പൾസ് കുറയുകയും മരണപ്പെടുകയും ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അല്ലാഹു ഉപ്പയുടെ ഖബറിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാതെ ഇഷ്ടപ്പെടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലുന്നവരെ വല്ലാതെ സ്നേഹിക്കുകയും പരിശുദ്ധ ഖുർആൻ വല്ലാതെ മഹബത്ത് വെക്കുകയും ജീവിതത്തിൽ 35 വർഷം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ 35 വർഷം ഒരു കമ്പനിയിൽ സവാരി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ആയിരുന്നു ഇപ്പൊ ജോലി ചെയ്തിരുന്നത്. നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ഇപ്പൊ ലീവിന് വരുമ്പോ വീട്ടുകാരും ഉമ്മയും മക്കളൊക്കെ ചോദിക്കും എന്താണ് അവിടെ ജോലി. അപ്പൊ പറയും വലിയ കമ്പനിയിലാണ് ജോലി. അങ്ങനെ കുടുംബക്കാർക്കൊക്കെ പൂക്കു എന്നാണ് ഉപ്പയെ വിളിക്കുക. പൂക്കോയ തങ്ങൾ, പൂക്കോയ കരീം തങ്ങൾ എന്നാണ് പൂർണ്ണമായ പേര്. നാട്ടുകാരും കുടുംബക്കാരൊക്കെ പൂക്കു എന്ന് വിളിക്കും. പൂക്കുവിന് ഗൾഫിൽ നല്ല ജോലിയാണ്, വലിയ കമ്പനിയിലാണ് എന്ന് പറയും. അങ്ങനെ 35 വർഷം പൂർത്തീകരിച്ച് ഉപ്പ ഗൾഫ് ജീവിതം അവസാനിപ്പിച്ച് വരുന്ന ആ വർഷം ഞാൻ ആദ്യമായി ഉംറക്ക് പോയി തിരിച്ചു വരുന്ന ആ വരവ് ഉപ്പ വിദേശത്ത് ജോലിയൊക്കെ അവസാനിപ്പിച്ച് എൻ്റെ കൂടെ തിരിച്ചു വരികയായിരുന്നു. അങ്ങനെ അവസാനമായി ഉപ്പയുടെ ജോലി സ്ഥലത്ത് ആളുകളോടൊക്കെ അവിടെ കൂടെ ജോലി ചെയ്ത ആളുകളോടൊക്കെ ഞാൻ പോവുകയാണ്, ഞാൻ ജോലി അവസാനിപ്പിച്ച് 35 വർഷത്തെ ഖിദ്മത്ത് അവസാനിപ്പിച്ച് ഞാൻ പോവുകയാണ് എന്ന് യാത്ര പറയാൻ വേണ്ടി ഉപ്പ പോകുമ്പോൾ ഉപ്പനോട് ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരുന്നുണ്ട്, എനിക്ക് കമ്പനിക്ക് ഒന്ന് കാണണം. ഉപ്പ പറഞ്ഞു വരണ്ട, നിങ്ങൾ വരണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, ഞാൻ വരണം, കുറെ കാലമായില്ല നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഉപ്പ പറഞ്ഞു വരണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നിർബന്ധം പിടിച്ചു ഉപ്പാന്റെ കൂടെ. അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ ഉപ്പാനോട് ചോദിച്ചു, അവിടെ വലിയ കമ്പനിയാണ്, വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഉപ്പാനോട് ചോദിച്ചു നിങ്ങൾ ഇതിൽ ഏത് പോസ്റ്റിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു. ഉപ്പ പറഞ്ഞു ആ പോസ്റ്റ് ഒന്നും ചോദിക്കണ്ട. ഞാൻ പറഞ്ഞു എന്നാലും അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. ഉപ്പ ഏത് ക്യാബിനിലാണ് ഉപ്പ ഉണ്ടായിരുന്നത്, ഏത് പോസ്റ്റിലാണ് ഉണ്ടായിരുന്നത്? അപ്പൊ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ആ കമ്പനിയുടെ എൻട്രൻസിലൊരു ഗേറ്റ് ഉണ്ട്, വലിയൊരു ഗേറ്റ്. ആ ഗേറ്റിന്റെ അടുത്തൊരു റൂമുണ്ട്. ആ റൂമിലായിരുന്നു എന്റെ ജോലി.
അപ്പൊ ജോലി എന്താണ്? ആ കമ്പനിയിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് ഗേറ്റ് തുറന്നു കൊടുക്കലായിരുന്നു ഉപ്പയുടെ ജോലി. അത് വീട്ടുകാരോ നാട്ടുകാരോ കുടുംബക്കാരോ ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ നാട്ടിലൊക്കെ വലിയ കമ്പനിയുള്ള ജോലിക്കാരനായി ഉപ്പ അങ്ങനെയാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ സമയത്ത് ഈ ഡോറ് തുറക്കുന്ന ആ ഗേറ്റ് തുറക്കുന്ന ആ ഇടക്ക് വാഹനങ്ങൾ വരുമ്പോൾ ഗേറ്റ് തുറക്കുന്ന ആ ഡ്യൂട്ടി ആണ് ഉപ്പാക്ക് ഉണ്ടായിരുന്നത്. ബാക്കി സമയങ്ങളെല്ലാം ഇതിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ഗേറ്റിന്റെ തൊട്ടടുത്തുള്ള സെക്യൂരിറ്റി ഗാർഡിനുള്ള ആ റൂമിലാണ് ഉണ്ടാവുക. ആ റൂമിൽ ഉപ്പ ഇരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഓതി ഈ 35 വർഷങ്ങൾക്കുള്ളിൽ പരിശുദ്ധ ഖുർആനിലെ ഏകദേശ സൂറത്തുകളും സ്വന്തമായി കാണാതെ പഠിച്ച് ഖുർആനിൽ ഒരു ഹാഫിള് എന്ന് നമുക്ക് ഔദ്യോഗികമായി ഒരു ഉസ്താദിന്റെ അടുത്ത് നിന്ന് പഠിക്കാതെ സ്വന്തമായി ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു മനുഷ്യനായിരുന്നു ഉപ്പ. അങ്ങനെ 5 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഗൾഫ് നിർത്തി നാട്ടിലെത്തിയപ്പോൾ അപ്പൊ പറഞ്ഞു, ഞാൻ ഇനിയും ജോലിക്ക് പോവാണ്, ഇവിടെ നാട്ടിൽ നിന്നിട്ട് ശരിയാവുന്നില്ല, നാട്ടിൽ വീട്ടിൽ ഒറ്റക്ക് നിൽക്കാൻ പറ്റൂല, ജോലിയൊന്നും എടുക്കാതെ ശരിയാവില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, 35 കൊല്ലം ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് ഇനിയും നിങ്ങൾ അധ്വാനിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, വീടിന്റെ മുറ്റത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ഞാൻ ഇമാമായി നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഈ മരണം വരെയുള്ള സമയം മുഴുവൻ ആ പള്ളിയിൽ ഖിദ്മത്തായിട്ട് ഉപ്പ സേവനം അനുഷ്ഠിച്ചു. വീടിന്റെ തൊട്ട് മുന്നിൽ തന്നെ ഈ റസാഖാക്കാന്റെ വീടാണ് എൻ്റെ വീട് എങ്കിൽ ഇത് ഈ ആ റോഡ് നിൽക്കുന്ന ഭാഗത്ത് തന്നെയാണ് പള്ളി. അത്ര തൊട്ടടുത്താണ് ആ പള്ളി. ആ പള്ളിയിൽ 5 വക്ത് നിസ്കാരത്തിന് ഉപ്പ നേതൃത്വം കൊടുക്കും. സുബഹിക്ക് ഞാനിവിടെ മംഗലാപുരത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഏകദേശം 3:30 ആ സമയമാവും. ആ വീട്ടിലെത്തുന്ന സമയത്ത് വീട്ടിൽ ഉപ്പാന്റെ റൂമിൽ ലൈറ്റ് ഉണ്ടാവും. അപ്പൊ ആ റൂമിൽ നിന്ന് ഇങ്ങനെ ഓത്ത് കേൾക്കും, പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുന്നുണ്ടാവും. അപ്പൊ പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ചിട്ടല്ല, കാണാതെ ഇങ്ങനെ ഓതുന്നുണ്ടാവും. അങ്ങനെ ഓതി ഒരു 3:30 സമയത്ത് ഓത്ത് തുടങ്ങും. സുബഹി ബാങ്ക് വിളിച്ചാൽ ഉപ്പ പള്ളിയിൽ പോയി നിസ്കരിക്കും. എന്നിട്ട് വീണ്ടും വീട്ടിലേക്ക് വരും. 3:30-ക്ക് തുടങ്ങിയ ആ ഓത്ത് രാവിലെ 8 മണി വരെ നിൽക്കും. അങ്ങനെ 3-4-5 മണിക്കൂർ ഒരു ദിവസം പരിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്നു. അങ്ങനെ അസറിന് ശേഷം പള്ളിയിൽ വരുന്ന ആളുകൾക്ക് ഉപ്പാന്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അഹമ്മദാക്ക, കുഞ്ഞഹമ്മദാക്ക, ഉമറാക്ക എന്നൊക്കെ പറഞ്ഞ ഉപ്പാന്റെ പ്രിയപ്പെട്ട കുറച്ച് കൂട്ടുകാരുണ്ട്. അവർക്ക് 60 വയസ്സുള്ളവർ, 70 വയസ്സുള്ളവർ, 65 വയസ്സുള്ളവർ, 55 വയസ്സുള്ളവർ ആ നാട്ടിലെ മുതിർന്ന ആളുകളാണ്. അവർക്കുണ്ടാകും ഉപ്പ അസറിന് ശേഷം തജ്വീദിന്റെ ക്ലാസ് എടുത്തു കൊടുക്കും, ഹിസ്ബിന്റെ ക്ലാസ് എടുത്തു കൊടുക്കും. അങ്ങനെ ഞാൻ ആ പള്ളിന്റെ അടുത്ത് കൂടെ പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും. ചെറിയ കുട്ടികൾക്ക് അലിഫ് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ 70-60 വയസ്സുള്ള കുട്ടികൾക്കല്ല 70-60 വയസ്സുള്ള ഉപ്പമാർക്ക് എൻ്റെ ഉപ്പ ഇങ്ങനെ തജ്വീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന കാഴ്ച കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ ഖുർആനെ നെഞ്ചോട് ചേർത്ത് ജീവിച്ചിരുന്ന ഒരു ജീവിതമായിരുന്നു. നമ്മളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ പെട്ടെന്നൊന്ന് നിസ്കരിച്ച് വരാം, പെട്ടെന്നൊന്ന് ഖുർആൻ ഓതട്ടെ, നമുക്ക് പെട്ടെന്നൊരു യാസീൻ ഓത എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഉപ്പയുടെ ജീവിതത്തിൽ പെട്ടെന്ന് എന്നൊരു സംഗതി ഉണ്ടായിട്ടില്ല. എല്ലാം കൃത്യമായി അതിന്റെ കംപ്ലീറ്റ് ആയിട്ടേ നിർവഹിക്കാറുള്ളൂ. നിസ്കാരം അതിന്റെ പൂർണ്ണമായി നിർവഹിക്കും. പരിശുദ്ധ ഖുർആൻ അതിന്റെ തജ്വീദ് അനുസരിച്ച് അതിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് ഓതുമായിരുന്നു. ഒരു ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ വശങ്ങളും പൂർണ്ണമായി ക്രമീകരിച്ച് നിർവഹിക്കാറുണ്ടായിരുന്നു. എല്ലാ വിഷയങ്ങളും കൃത്യമായി പ്ലാനിങ്ങോടുകൂടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം 63-ാം വയസ്സിൽ ഈ ലോകത്തോട് ഉപ്പ വിട പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്ക് മുക്കിയ ഒരു അത്തർ, ആ അത്തറിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട വിയർപ്പ് ആഡ് ചെയ്തിട്ടുള്ള ഒരു അത്തർ, അത് എവിടുന്നോ സംഘടിപ്പിച്ച് ഉപ്പ എൻ്റെ ജീവിതകാലത്ത് എപ്പോഴോ സംഘടിപ്പിച്ച് അത് ഉമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളാരും അറിയില്ല. അങ്ങനെ മരിച്ച് ഉപ്പയുടെ മയ്യത്ത് വീട്ടിലെത്തിയപ്പോൾ ഉമ്മ പറഞ്ഞ അൾമാറയിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അത് മരിച്ചാൽ അത് ഓപ്പൺ ചെയ്യണമെന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ
മരിച്ച സമയത്ത് അത് ഓപ്പൺ ചെയ്തപ്പം അതിൽ ഈ അത്തറുണ്ട്. അത്തറിൻ്റെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതെൻ്റെ കഫൻ പുടവയിൽ പുരട്ടണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഫൻ പുടവയിൽ ഒരു വലിയ കുപ്പി അത്തറായിരുന്നു. അത് മുഴുവൻ ആ ശരീരത്തിൽ, കണ്ണിലും നെറ്റിയിലുമൊക്കെ പുരട്ടി സന്തോഷത്തോടുകൂടെ ഉപ്പ യാത്രയായി. അള്ളാഹു ആ ഖബറിൽ വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ അനുഗ്രഹങ്ങൾ ആ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപ്പ നിർമ്മിച്ച ഒരു പള്ളി ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. ഒരു റിഫായി മസ്ജിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു നല്ലൊരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ പള്ളി ഉണ്ടാക്കിയ അറബി UAE കാരനാണ്. അദ്ദേഹം വന്നിട്ട് പള്ളിന്റെ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അറബി അറിയുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉപ്പ ഒരു ദിവസം പറഞ്ഞു, ഞാൻ കുറച്ചൊക്കെ അറബി സംസാരിക്കും. അങ്ങനെ ഉപ്പ സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹത്തോട്. 35 വർഷം ഗൾഫിൽ ജോലി ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എല്ലാ ഭാഷകളും കൃത്യമായി അറബികൾ സംസാരിക്കുന്നത് പോലെ തന്നെ ഉപ്പാക്ക് അറബി എന്ന ഭാഷ സംസാരിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ അറബിയോട് സംസാരിച്ച് അറബി വരുമ്പോഴൊക്കെ അറബിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അവർ രണ്ടുപേരും വലിയ കൂട്ടുകാരായി മാറി. അങ്ങനെ പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. ഉപ്പയുടെ വഫാത്ത് അറിഞ്ഞപ്പോൾ UAE-യിലുള്ള അറബി അന്ന് തന്നെ ഫ്ലൈറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ വല്ലാതെ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഹൈദ്രൂസി എന്നാണ് ഉപ്പാനെ വിളിക്കുക. ഹൈദ്രൂസി കബീല, സയ്യിദ് താഹ ഹൈദ്രൂസി, സയ്യിദ് പൂക്കോയ ഹൈദ്രൂസി എന്നൊക്കെ പറഞ്ഞതുപോലെ സയ്യിദന്മാരുടെ ഹൈദ്രൂസി കബീലയാണ്. ഹൈദ്രൂസി എന്നാണ് അറബി ഉപ്പയെ വിളിച്ചിരുന്നത്. ഹൈദ്രൂസി ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ഉറക്കത്തിൽ എൻ്റെ ഹൈദ്രൂസി എന്നെ വന്ന് വിളിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഹൈദ്രൂസിയുടെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞ് വല്ലാത്ത വിഷമത്തിൽ അദ്ദേഹം വീട്ടിൽ വന്ന് വല്ലാതെ കരയുകയായിരുന്നു. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൻ നഈമിലും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ ഒപ്പം പ്രിയപ്പെട്ട ഉപ്പയോടൊപ്പം അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ വല്ലാതെ സ്നേഹിച്ചത് കൊണ്ടായിരിക്കണം 7-ന്റെ അന്ന് ഖലീൽ തങ്ങൾ ഉപ്പാപ്പ ദുആ ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് വന്നു. 1150 ഖത്മുകൾ ഉപ്പയുടെ പേരിൽ പല നാടുകളിൽ നിന്നായി, പല മനുഷ്യരായി, ഉമ്മമാരും സഹോദരന്മാരും കുട്ടികളും മുതഅല്ലിമീങ്ങളും പണ്ഡിതന്മാരും ഒക്കെ ഓതിയ ഒരു ലിസ്റ്റ്. 1150ഓളം ഖത്മുകൾ ഓതി എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് അന്ന് അവിടെ വായിച്ചു. അങ്ങനെ ഒരുപാട് തഹ്ലീലുകൾ, ഒരുപാട് യാസീനുകൾ, ഒരുപാട് ദുആകൾ ആ ഖബറിലേക്ക് സമർപ്പിക്കപ്പെട്ടു. അങ്ങനെയുള്ള മരണം അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ സന്തോഷം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപ്പ ജീവിതകാലത്ത് പറയാറുണ്ടായിരുന്നു, ഞാനൊക്കെ മരിച്ചാൽ ആരെങ്കിലുമൊക്കെ വരുമോ, ആരെങ്കിലും എൻ്റെ മയ്യത്തൊക്കെ നിസ്കരിക്കാൻ വരുമോ എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ ആ മരണവാർത്ത അറിഞ്ഞ് ഒരുപാട് നാടുകളിൽ നിന്ന്, ഈ കർണാടകയിൽ നിന്ന് മരണവാർത്ത അറിഞ്ഞ ഉടനെ പുറപ്പെട്ട് മയ്യിത്ത് നിസ്കാരത്തിന് കറക്റ്റ് പള്ളിയിലെത്തിയ ആളുകൾ എൻ്റെ മുന്നിലുണ്ട്. ഒരുപാട് ആളുകൾ പലവിധ നാടുകളിൽ നിന്ന് ആ നാട്ടിൽ എൻ്റെ മഹല്ലത്തിൽ ഇത്ര ആളുകൾ മയ്യിത്ത് നിസ്കരിച്ചൊരു നിസ്കാരം ഉണ്ടായിട്ടില്ല എന്ന് ആ നാട്ടിലെ ആളുകൾ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് ഉപ്പയുടെ മയ്യിത്ത് നിസ്കരിച്ചു. ഉപ്പ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് നാട്ടിലെ ആരെങ്കിലും മരിച്ചാൽ, ആരുമില്ലെങ്കിലും ഉപ്പ ഒരാളെയെങ്കിലും കൂട്ടി ആ ജിദ്ദയിലെ ഉപ്പയുടെ റൂമിൽ നിന്ന് മയ്യിത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഉപ്പയുടെ കൂട്ടുകാർ പറയാറുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ആര് മരിച്ചാലും ഉപ്പ ആ റൂമിൽ നിന്ന് മയ്യിത്ത് നിസ്കരിക്കും, അല്ലെങ്കിൽ ജുമാക്ക് ശേഷം അവിടെ മയ്യിത്ത് നിസ്കരിപ്പിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഈ ഡിസംബർ 9-ന് ഉപ്പ മരണപ്പെടുമ്പോൾ ഒരുപാട് നാടുകളിൽ നിന്ന്, പലവിധ ദേശങ്ങളിൽ നിന്ന് പലവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ വന്ന് ആ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയത്. അള്ളാഹു അങ്ങനെയുള്ള മരണം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്ന് ഒരു സൂചനയുമില്ലാതെ ആരോടും
അസുഖമായി കിടന്ന് വിഷമം പറയാതെ, ഒരു ഇടങ്ങേറും ജീവിതത്തിൽ കുറെ വേദനകൾ സഹിക്കാതെ പെട്ടെന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന സങ്കടം മാത്രമേ കുടുംബക്കാരായി ഞങ്ങൾക്കുള്ളൂ. പക്ഷെ ഉപ്പയുടെ ഇനിയുള്ള കാര്യത്തിൽ കൂടുതൽ ടെൻഷനൊന്നുമില്ല. കാരണം ജീവിതകാലത്ത് ആ ജീവിത കാലം മുഴുവൻ ഖബറിലേക്ക് വേണ്ടിയായിരുന്നു സമയങ്ങൾ മൊത്തം മാറ്റിവെച്ചിരുന്ന് പരിശുദ്ധ ഖുർആനായിരുന്നു ആ ജീവിതം മുഴുവനും ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ജീവിതമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ജീവിതം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉലമാക്കളും സാദാത്യങ്ങളും സാധാരണക്കാരും എന്ന് വ്യത്യാസപ്പെടുത്താതെ സാധാരണക്കാർ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടാവും. അവരെ അവൻ 2ാം നമ്പറാണ്, അവൻ സെക്കൻഡ് ഹാൻഡ് ആണ്, അവന് മെയിൻറ്റെയിൻ ചെയ്യണ്ട എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും പടച്ച റബ്ബിന്റെ അടുക്കൽ നാളെ രാജാക്കന്മാരായി മുന്നിൽ ഉണ്ടാകുക. ഇവിടെ പണ്ഡിതന്മാരും ഉലമാക്കളും വലിയ ആളുകളായി നമ്മൾ മനസ്സിലാക്കിയ പലരും അവരെക്കാൾ ചിലപ്പോ നമ്മൾ ഈ ഭൂമി ലോകത്ത് മൈൻഡ് ചെയ്യാതിരുന്ന, നമ്മൾ പരിഗണിക്കാതിരുന്ന, സമൂഹത്തിന്റെ സദസ്സുകളുടെ മൂലയിൽ ഇരുന്നിരുന്ന ആളുകളുടെ ഇടക്ക് ആരോടും സങ്കടങ്ങൾ പറയാതെ ഒറ്റക്ക് പടച്ച റബ്ബിനോട് നട്ടപ്പാതിരാക്ക് തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞിരുന്ന മനുഷ്യരായിരിക്കും ചിലപ്പോൾ നാളെ പടച്ച റബ്ബിന്റെ അടുക്കൽ ഏറ്റവും വലിയ ഉന്നത സ്ഥാനങ്ങളിൽ, രാജാക്കന്മാരുടെ പദവികളിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്ത് നാളെ ഉണ്ടാകുക. അങ്ങനെയുള്ള ജീവിതം ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബിനോട് എല്ലാ വിഷമങ്ങളും പറഞ്ഞ് നല്ല മനുഷ്യരായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വ ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് യാ അക്രമ ബൈത്ത് ചൊല്ലി ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ.